ശബരിമല വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പവിത്രതയോടെ കാത്തുസൂക്ഷിക്കും എന്ന് ഉറപ്പു നൽകുകയും അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിക്കും പാർട്ടി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്കും ആയിരിക്കും ഇത്തവണ അയ്യപ്പ സേവാ സമാജം പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തുക എന്ന് സമാജം ദേശീയ ജനറൽ സെക്രട്ടറി ഈറോഡ് രാജൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോക്സഭയിൽ ഒരൊറ്റ സീറ്റ് പോലും നേടിയില്ല എങ്കിൽ സാരമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ നെഞ്ചിൽ ചവിട്ടി സുപ്രീം കോടതി വിധിയുടെ മറവിൽ ആചാരലംഘനം നടത്താൻ ശ്രമിച്ച പാർട്ടി ഏതാണെന്ന് കേരളത്തിലെ വിശ്വാസികൾ ഒരിക്കലും മറക്കില്ല എന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കോൺഗ്രസും ഇടതുപക്ഷവും അയ്യപ്പ വിശ്വാസികളെ കബളിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF അല്ലെങ്കിൽ UDF എന്ന കഴിഞ്ഞ 6 പതിറ്റാണ്ട് ചരിത്രം തിരുത്തി എഴുതേണ്ട സമയം സംജാതമായിരിക്കുകയാണ്. ഈ രണ്ട് മുന്നണികളും അല്ലാതെ ഒരു സർക്കാരായിരിക്കണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിലവിൽ വരേണ്ടത്. ആ ദൗത്യം കേരളത്തിലുള്ള വിശ്വാസ സമുദായം ഏറ്റെടുത്തിരിക്കുകയാണ്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ 18 ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനങ്ങൾ ഡൽഹിയിൽ വെച്ച ഭാരതീയ ജനതാ പാർട്ടിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നൽകിയിരുന്നു. കേരളത്തിലെ മറ്റു മുന്നണി കക്ഷികൾക്കും പാർലമെന്റ് സ്ഥാനാർത്ഥികൾക്കും അതിന്റെ പകർപ്പ് നൽകുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അതത് ഭാഷയിൽ നിവേദനത്തിന്റെ പകർപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 മുതൽ 5 കോടിയോളം വരുന്ന അയ്യപ്പ ഭക്തന്മാരും അവരുടെ കുടുംബാംഗങ്ങളും കൂടി ചേരുമ്പോൾ സുമാർ 18 മുതൽ 20 കോടി അയ്യപ്പ വോട്ടുകളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വജ്രായുധമായി ഉപയോഗിക്കുമെന്നും നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും വിശ്വാസികൾക്കൊപ്പം ആചാരാനുഷ്ഠാനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും പരസ്യമായി ഉറക്കെ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിക്കോ ആ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ മാത്രമേ അയ്യപ്പന്മാരും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തണം എന്ന പ്രചരണം സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ്. ആചാര സംരക്ഷണത്തിന് വേണ്ടി ശബരിമല കർമ്മസമിതിയോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച പ്രവർത്തകരെയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളെയും തേടിപ്പിടിച്ച് പുതുതായി നിർമ്മിച്ച നിരവധി കേസുകൾ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ കേരള സർക്കാർ വീണ്ടും അയ്യപ്പ വിശ്വാസികളെ പോരിന് വിളിക്കുകയാണ്. അയ്യപ്പന്റെ പൂങ്കാവനവും ശബരിമല ക്ഷേത്രവും തകർക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികൾക്ക് ഇടതുമുന്നണി സർക്കാർ പരവതാനി വിരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവൻ കൊടുത്തും തടയാൻ അയ്യപ്പ വിശ്വാസികൾ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.